രാഹുൽ മാങ്കൂട്ടം ഇന്ന് പാലക്കാട്ടേക്ക് പോകുമെന്നാണ് അറിയുന്നത്. പാലക്കാട്ടെ MLA ആണ് രാഹുൽ മാങ്കൂട്ടം. അദ്ദേഹത്തിനെതിരായിട്ട് ചില മൂന്നാം കക്ഷികളുടെ ചില ആരോപണങ്ങൾ തൊടുത്തുവിട്ടു. അത് ഗവൺമെൻറ് നിവൃത്തിയില്ലാതെ ഒരു കേസെടുത്തു എന്നാണ് മനസ്സിലാകുന്നത്. കേസെടുക്കാനുള്ള ഒരു കോഗ്നിസൻസ് ഓഫൻസ് ഒന്നും വെളിവായിട്ടില്ലെങ്കിലും രാഷ്ട്രീയപരമായ പകപോക്കലിനാകാം ഒരു കേസെടുത്തിരിക്കുന്നത്. അതിനകത്ത് മെറ്റീരിയലൊന്നുമില്ല. അതുകൊണ്ട് ആ കേസ് തീർച്ചയായിട്ടും റഫർ ചെയ്ത് കളയേണ്ടി വരും. പ്രോസിക്യൂഷന് തയ്യാറായി ഒരു ചാർജ് ഷീറ്റ് കൊടുക്കാൻ കഴിയില്ല. അതിനകത്ത് വാദി ആരുമില്ല. ഇൻഡയറക്റ്റായ പലതും അതിനകത്ത് ഇൻഡയറക്റ്റായ പലരുടെ മൊഴി 11 പേരുടെ മൊഴി അതിൻ്റെ അകത്തുണ്ട്. അത് കൂടുതലൊന്നുമില്ല. കഴിഞ്ഞ 30 ദിവസമായിട്ട് രാഹുൽ മാങ്കൂട്ടം പാലക്കാട്ട് അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസി പോയില്ല. തീർച്ചയായിട്ടും അവിടെ പോകണം. ഇതിനു മുമ്പേ പോകേണ്ടതാണ്. രാഷ്ട്രീയപരമായ കോൺഗ്രസിൻ്റെ ചില നേതാക്കന്മാരുടെ തീരുമാനം അനുസരിച്ച് രാഹുൽ മാങ്കൂട്ടം അയാളുടെ വീട്ടിൽ ഒതുങ്ങിക്കൂടി 30 ദിവസത്തോളം അദ്ദേഹം പൂപ്പാദശയിലിരുന്നെന്നാണ് ഞാൻ പറയുന്നത്. നമുക്കറിയാം, ചില പുഴുക്കൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അത് 30 ദിവസത്തോളം ഇരുന്ന് ഇങ്ങനെ ചില കമ്പിനകത്ത് അത് ഇരുന്ന് പൂപ്പാദശ മാറിക്കഴിയുമ്പം അത് പറവയായിട്ട് പുറത്തേക്ക് പോകും എന്ന് പറഞ്ഞ പോലെ 30 ദിവസത്തോളം രാഹുൽ മാങ്കൂട്ടം അദ്ദേഹത്തിൻ്റെ വീട്ടിലെ മുറിയിൽ തന്നെ ഒതുങ്ങിക്കൂടി. അദ്ദേഹത്തിനെതിരായി അന്തരീക്ഷത്തിലെ വ്യാപകമായ പ്രതിഷേധങ്ങളും വ്യാപകമായ ചീത്തവിളികളും വ്യാപകമായി അന്വേഷണവും ഒക്കെ നടന്നു. അദ്ദേഹം മിണ്ടാതിരുന്നു, ഒതുങ്ങിക്കൂടി തൻ്റെ മുറിയിലിരുന്നു. തൻ്റെ കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് ചില വാണിങ്ങുകൾ വിടുന്നു. അത് അനാവശ്യമായിരുന്നു എന്ന് അവർക്ക് തോന്നിയിട്ടില്ല. അവർക്ക് ഇയാളെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് കോൺഗ്രസിൽ നിന്ന് വെളിയിലാക്കി, പാർലമെൻറ്റ് പാർട്ടിയിൽ നിന്ന് വെളിയിലാക്കി. കോൺഗ്രസ് നേതൃത്വത്തിൽ MLA ഇരിക്കുന്നിടത്ത് അങ്ങോട്ട് മാറി ഒരു കസേര ഇട്ട് കൊടുത്തു. വന്ന ദിവസം അതേ കയറിയിരുന്നു. ഇനി അദ്ദേഹത്തിന് MLA ആയിരിക്കുന്നിടത്തോളം കാലം പാലക്കാട് നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന് വളരെ 10,000 20,000 ജനങ്ങളുടെ ഭൂരിപക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടു കൂടി ജയിപ്പിച്ചു വിട്ടതാണ്. അവർക്കൊക്കെ 100 പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങൾ കേൾക്കണം, അത് പരിഹരിക്കാൻ ശ്രമിക്കണം. എത്ര പ്രതിഷേധം ഉണ്ടായാലും ശരി, ആ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ പോയേ പറ്റുള്ളൂ. അതിന് സംസ്ഥാന പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കണം. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ആ മത്സര സമയത്ത് തൊട്ടടുത്ത് വന്ന BJP സ്ഥാനാർത്ഥി, അവർക്കും അണികൾ കൂടുതലുണ്ട്. അവർ അതിശക്തമായ പ്രതിഷേധം നടത്തി തുടങ്ങി. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഓഫീസിലും പോലീസ് സ്റ്റേഷനിലൊക്കെ BJPയുടെ പ്രതിഷേധം രൂപപ്പെട്ട് കഴിഞ്ഞു. അതിനെ അവഗണിച്ചും അദ്ദേഹത്തിന് മുന്നോട്ട് പോകേണ്ടി വരും. കാരണം അദ്ദേഹത്തിൻ്റെ കടമ നിർവഹിക്കണം. VK ശ്രീകണ്ഠൻ MP തുടക്കം മുതലേ രാഹുൽ മാങ്കൂട്ടത്തിനോട് ഒപ്പമായിരുന്നു. ഷാഫി പറമ്പിലും ഒപ്പമായിരുന്നു. സംഘടനയുടെ മേലുള്ളവരുടെ തീരുമാനങ്ങൾ അവരൊക്കെ അംഗീകരിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് കുറച്ച് ശാന്തരായി അവരിരുന്നെന്ന് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പം ഇതുവരെ സമയം കൊടുത്തിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഒരു കോഗ്നിസൻസ് ഉള്ള സംഭവങ്ങളൊന്നും വെളിയിൽ വന്നിട്ടില്ല. അന്തരീക്ഷത്തിൽ ഇങ്ങനെ കുറച്ച് മലിനമായ വാക്കുകൾ, ഒരു ഗർഭചിത്രവും ഒക്കെ വന്നിട്ടുണ്ട്. ആ ഗർഭചിത്രത്തിൻ്റെ ഉടമസ്ഥ ആരാണ്, അല്ലെങ്കിൽ ആരാണ് പരാതിക്കാരി, ആരാണ് ആ ഗർഭത്തിന് ഉത്തരവാദി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വെളിയിൽ വന്നിട്ടില്ല. അത് അന്തരീക്ഷത്തിൽ തന്നെ നിൽക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് അതിനകത്തൊന്നും ചെയ്യാൻ കഴിയില്ല എന്നെനിക്ക് തോന്നുന്നത്. പോലീസ് ഏതെങ്കിലും അന്വേഷിച്ചിട്ട് അത് റഫർ ചെയ്ത് കളയട്ടെ. ഇനി അത് വലിച്ചു നീട്ടരുത്. അതിനകത്ത് എവിഡൻസ് ഒന്നും ഇല്ലെങ്കിൽ രാഷ്ട്രീയപരമായി പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആ കേസിനെ കാണരുത്. അതിനകത്ത് മെറിറ്റുണ്ടെങ്കിൽ ചെയ്തോളൂ, അത് അദ്ദേഹം ഡിഫെൻഡ് ചെയ്തോളൂ. ഇനിയിപ്പോൾ ശനിയാഴ്ച അവിടെ ചെന്ന് കഴിഞ്ഞാൽ ലോ ആൻഡ് ഓർഡർ പ്രശ്നം ഉണ്ടാകാം. പോലീസ് പ്രൊട്ടക്ഷൻ വേണം. അദ്ദേഹത്തിന് ജയിപ്പിച്ചിട്ട് ആൾക്കാരും പ്രൊട്ടക്ഷന് വരും. അതുകൊണ്ട് പ്രതിഷേധക്കാർ പ്രതിഷേധിച്ചിട്ട് പൊക്കോളൂ, അതിന് തടസ്സമില്ല. പക്ഷേ ഒരു MLA അവിടെ വന്നു കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നിർവഹിക്കാൻ അണികളുമായിട്ട് മുന്നോട്ട് പോകും. അതിന് തടസ്സം ഞെക്കരുത്. രാഷ്ട്രീയപരമായി പ്രതിഷേധിക്കാനുള്ള അവകാശം എല്ലാ പാർട്ടിക്കാർക്കുണ്ട്. CPM അവിടെ 3-ാം സ്ഥാനമായിരുന്നു.
രണ്ടാം സ്ഥാനം ഭൂരിപക്ഷം 20,000 രാഹുൽ മാങ്കൂട്ടം നേടിയെങ്കിലും രണ്ടാം സ്ഥാനം BJPക്ക് ഉണ്ട്. അതുകൊണ്ട് അവർക്ക് അണികൾ കൂടുതലുണ്ടാവാം അവിടെ പാലക്കാട്ട്. എന്തായാലും ജനാധിപത്യ രീതിയിൽ ആർക്കും പ്രതിഷേധിക്കാൻ അതിന് തടസ്സമില്ല. കോൺഗ്രസ് പാർട്ടിക്കാരും അവരുടെ ജനപ്രതിനിധികളും തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന് പ്രൊട്ടക്ഷൻ കൊടുത്തേ പറ്റുള്ളൂ. അന്തരീക്ഷത്തിൽ കലാപത്തിൻ്റെ ചില ലാഞ്ചനകളൊക്കെ കാണുന്നുണ്ടെങ്കിലും എല്ലാവരും സംയമനം പാലിച്ച്, ജനപ്രതിനിധിയാണ്, നമുക്ക് വ്യക്തിപരമായിട്ട് വിരോധം കാണാം, എങ്കിലും ആ ജനപ്രതിനിധി അവിടെ ജയിച്ചു വന്ന സ്ഥിതിക്ക് എതിർകക്ഷികൾക്കും അദ്ദേഹത്തോട് വിരോധമുള്ളവർക്കൊക്കെ എന്തെങ്കിലും കാര്യം ജനപ്രതിനിധി മുഖേന നടത്തണമെങ്കിൽ നടത്തിയേ പറ്റുള്ളൂ. അതുകൊണ്ട് രാഷ്ട്രീയപരമായ വിവിധ ചേരികളിൽ നിൽക്കുന്നവർക്ക് അവിടെ ഈ MLA സമീപിച്ചേ പറ്റുള്ളൂ. അതിന് സർക്കാർ തീർച്ചയായിട്ടും പ്രൊട്ടക്ഷൻ കൊടുക്കണം. പാലക്കാട് എത്തുന്ന രാഹുലിൻ്റെ ഒപ്പം നല്ലൊരു വിഭാഗം ജനങ്ങളും ഉണ്ടാകും. ഏതായാലും അവിടെ ഇദ്ദേഹത്തിൻ്റെ ഓഫീസിൽ അവിടെ അദ്ദേഹത്തിന് എതിരായിട്ടുള്ള ചില പോസ്റ്ററുകൾ ഒട്ടിച്ചിട്ടുണ്ട്. കൂടാതെ അവിടെ ട്രോളുകൾ ഒക്കെ വന്നതിൻ്റെയൊക്കെ അതുമെല്ലാം അവിടെ ഒട്ടിച്ചതായിട്ടാണ് മനസ്സിലാക്കുന്നത്. അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം ഉണ്ടാക്കാം, പക്ഷേ അതൊക്കെ വലിച്ചു കയറിക്കളയേണ്ടി വരും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഉള്ള കേസിന് ക്രൈംബ്രാഞ്ച് എത്രയും പെട്ടെന്ന് അത് ചാർജ് ഷീറ്റ് കൊടുക്കുന്നെങ്കിൽ കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അതിനകത്ത് മെറ്റീരിയൽ ഉണ്ടെങ്കിൽ കൊടുത്തോളൂ, അല്ലെങ്കിൽ അത് അടിയന്തരമായിട്ട് ക്ലോസ് ചെയ്ത് അത് വലിച്ചു നീട്ടാതെ ഇരിക്കണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. എന്തായാലും ഇന്ന് പോയ രാഹുൽ മാങ്കൂട്ടം എത്ര ദിവസം അവിടെ താമസിക്കുമെന്ന് അറിയില്ല. 30 ദിവസം അദ്ദേഹത്തിൻ്റെ കോൺഷ്യൻ്റ് വിട്ടുനിന്നു. ഇനി അവിടെ സ്ഥിരതാമസമാക്കുന്നതായിരിക്കും ഉചിതം. കാരണം ജനപ്രതിനിധിയാണ്, പലർക്കും പല പ്രശ്നങ്ങളുണ്ടാവും. അവിടെ ഇപ്പം ചില കോളനികളിൽ ഇതുവരെ ആൾക്കാർക്ക് പട്ടയം കൊടുക്കാത്തത് കൊണ്ട് അവിടുത്തെ റവന്യൂ അധികാരികൾക്ക് പട്ടയം കൊടുക്കണമെന്ന് പറഞ്ഞ് ജനപ്രതിനിധിയായ രാഹുൽ മാങ്കൂട്ടം മുന്നോട്ട് വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കേണ്ട ചുമതല രാഹുൽ മാങ്കൂട്ടത്തിന് തന്നെയാണ്. അത് തടസ്സപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്തിട്ട് രാഷ്ട്രീയമായ വിദ്വേഷമുള്ളവരും എതിർപ്പുള്ളവരും പ്രകടനം നടത്തിക്കോളൂ, പ്രതിഷേധിച്ചോളൂ, യാതൊരു തടസ്സവും അക്കാര്യത്തില്ല. ലോ ആൻഡ് ഓർഡർ പ്രശ്നം അവിടെ ഉണ്ടാക്കരുത്. ഉണ്ടാക്കിയ പോലീസ് ഇടപെടും, അതിനകത്ത് പലർക്കും പരിക്കേൽക്കും. ആ രീതിയിലൊന്നും പോകാതെ അവർ ജനാധിപത്യ രീതിയിൽ ആര് വേണമെങ്കിലും പ്രതിഷേധിച്ചോളൂ. ജനാധിപത്യ രീതിയിൽ രാഹുൽ മാങ്കൂട്ടം അവിടെ പ്രവർത്തിക്കട്ടെ എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം.